Hi guys, and welcome to today's session of the Hindu Decode by Geoid. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂസാണ് ഫോസ്റ്ററിങ് കമ്മിറ്റ്മെന്റ് ടു സ്റ്റോപ്പ് മെറ്റേണൽ ഡെത്ത് എന്നുള്ളതാണ്. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻസിൽ GS പേപ്പർ 2 വരാവുന്നതാണ്. അതായത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ആ ഒരു ഹെഡിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, സോ എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ MMR എന്നുള്ളത് നോക്കാം. ഇത് പറയുന്നത് അതായത് എത്രത്തോളം സ്ത്രീകൾ മരിക്കുന്നുണ്ട് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് കാരണം ഫോർ എവരി 1 lakh ബർത്ത്. ഓക്കെ, സോ ഇറ്റ് ടെൽസ് us how many women die due to pregnancy related issues for every 1 lakh live births എന്നുള്ളതാണ്. ഇത് 2019 21 കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 93ഓളം സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ എവരി 1 lakh ബർത്ത് ഇൻ ഇന്ത്യ. സോ ഈ ഒരു നമ്പർ നമുക്ക് കാണാൻ ഇത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 2017-19 കാലഘട്ടങ്ങളിൽ ഏകദേശം 103ഓളം സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. അതേപോലെ 2018 to 20 ആ ഒരു ടൈമിൽ ആ ഒരു ഇതിൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 97ആയി. ആൻഡ് ഇപ്പം അത് 93ആണ്. 19-21 കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 93ആണ്. സോ ഇത് കാണിക്കുന്നത് ഒരു ബെറ്റർ ഹെൽത്ത് കെയർ ആണ്. ഓക്കെ, ഫോർ എ പ്രഗ്നന്റ് വുമൻ ഓവർ ദീസ് ഇയേഴ്സ്. സോ ഈ ഒരു മെറ്റേണൽ ഡെത്ത് എന്നാൽ നമുക്കറിയാം ഇറ്റ് മീൻസ് വുമൻ ഡൈറ്റ്. അത് വേറെ, അതായത് പ്രഗ്നൻസി ആ ഒരു ഇഷ്യൂസ് കൊണ്ടാവാം ഡ്യൂറിങ് പ്രഗ്നൻസി ഓർ വിത്തിൻ 42 days ആഫ്റ്റർ എൻഡിങ് ദി പ്രഗ്നൻസി, അല്ലെങ്കിൽ അത് പ്രഗ്നൻസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടാവാം. ഓക്കെ, ഡ്യൂ ടു റീസൺസ് ലിങ്ക്ഡ് ടു ദി പ്രഗ്നൻസി ഓർ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആക്സിഡൻ്റ് അല്ലാതെ അൺറിലേറ്റഡ് കോസസ് കൊണ്ട് മരിക്കുന്നതും. ഓക്കെ, നോട്ട് ഡ്യൂ ടു ആക്സിഡൻറ്റ്സ് ഓർ അൺറിലേറ്റഡ് കോസസ്. സോ ഇതെല്ലാം ഒരു മെറ്റേണൽ ഡെത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഫ്യൂവർ വുമൺ ആർ ഡൈയിങ് ഡ്യൂ ടു പ്രഗ്നൻസി നൗ. സോ ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു മെറ്റേണൽ ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദോ മോർ വർക്ക് ഈസ് സ്റ്റിൽ നീഡഡ്. ഓക്കെ, സോ നമുക്കിനി ആ ഒരു റീജിയണൽ ഡിഫറൻസ് നോക്കാം. അതായത് വിൽ ലുക്ക് ഓൺ ടു ദി റീജിയണൽ ഡിഫറൻസസ് ഇൻ മെറ്റേണൽ ഡെത്ത് അക്രോസ് ഇന്ത്യ. സോ ഇവിടെ നമ്മൾ ഈ ഒരു മെറ്റേണൽ ഡെത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ്സിനെ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് EAG സ്റ്റേറ്റ്സ് ആണ്, അതായത് എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് സ്റ്റേറ്റ്സ്. സോ ദീസ് ആർ 8 സോഷ്യോ എക്കോണമിക്കലി ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് നീഡഡ് and focus programs is very necessary to improve their demographic and health indicators. Okay, so EAG states പൊതുവേ പറയുകയാണെങ്കിൽ ഈ കുറവ് ലെസ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് അതാണ് EAG സ്റ്റേറ്റ്സ്. ഓക്കെ, സോ നമുക്കവിടെ ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം, മധ്യപ്രദേശ്, ഓക്കെ, ഇതൊക്കെ EAG സ്റ്റേറ്റ്സ് ആണ്. അതേപോലെ സദേൺ സ്റ്റേറ്റ്സ് നമുക്കറിയാം ജനറലി ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള ആൾക്കാരാണ്. നമ്മൾ കേരളവും തമിഴ്നാടും ആന്ധ്രയൊക്കെ. ഓക്കെ, കർണാടകയിലൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ഈ ഒരു MMR എടുക്കുന്ന ടൈമിൽ മറ്റ് സ്റ്റേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഓൾ അതർ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇവിടെ ഏറ്റവും നല്ല ആൾക്കാരും അതേപോലെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമൻസ് ആരാന്ന് നോക്കാം. ഓക്കെ, ബെസ്റ്റ് ആരായിരിക്കും? ഓഫ് കോഴ്സ് കേരളമാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കാണ് ഏറ്റവും ലോവസ്റ്റ് MMR റേറ്റ് ഉള്ളത്. ഓക്കെ, നമ്മുടെ 20 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി എക്സലൻറ്റ് ഹെൽത്ത് കെയർ, അതാണ് കാണിക്കുന്നത്. അതേപോലെ മഹാരാഷ്ട്രയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഏകദേശം ഒരു നമ്മുടെ ഒപ്പം തന്നെ നല്ലൊരു രീതിയിലാണ് അവരുടെ ഒരു കണക്ക്. അവരുടെ MMR റേറ്റ് എന്നുള്ളത് 38 ആണ്, 38 ആണ്. ദേ ഓൾസോ ഡസ് വെൽ വിത്ത് MMR. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒന്നാമത്തെ ആൾ മധ്യപ്രദേശ്. ഓക്കെ, അവിടെ 175 ആണ് MMR റേറ്റ്. അതേപോലെ ആസാമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 167 ആണ്. ഓക്കെ, സോ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ദേ ഹാവ് ദി ഹയസ്റ്റ് മെറ്റേണൽ ഡെത്ത്. ഓക്കെ, ഇനി വെസ്റ്റ് ബംഗാൾ എടുക്കുക, ഈവൻ വെസ്റ്റ് ബംഗാൾ ഹാസ് എ ഹൈ MMR. ഓക്കെ, അവിടെ 109 ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സദേൺ സ്റ്റേറ്റ്സിൽ കർണാടകം ഇത്തിരി പ്രശ്നമാണ്. ദേ ഹാസ് ദി ഹയസ്റ്റ് ഇൻ ഇറ്റ്സ് ഗ്രൂപ്പ് അറ്റ് 63. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് എന്താണ്? അതായത് സദേൺ സ്റ്റേറ്റ് ആൻഡ് സം അതർ സ്റ്റേറ്റ്സ് ഇവർക്ക് ബെറ്റർ ഹോസ്പിറ്റൽസ് ഉണ്ട്,
അതേപോലെ ബെറ്റർ ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, നല്ല കെയർ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അവിടെ കുറച്ച് അമ്മമാരെ മരിക്കുന്നുള്ളൂ. ഈ EAG സ്റ്റേറ്റ്സ് എടുക്കുമ്പോൾ ഇവർക്കാണ് ഏറ്റവും ഹൈ MMR ഉള്ളത്. ഓക്കെ, ഡ്യൂ ടു ദെയർ പുവർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ അവരുടെ ആ ഒരു അവയർനെസ് കുറവ്, ലാക്ക് ഓഫ് അവയർനെസ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ മറ്റ് ആക്സസ് കിട്ടാത്തത് കൊണ്ടാവാം. സോ ഇത് കാണിക്കുന്നത് വളരെ വലിയൊരു ബിഗ് ഇൻഇക്വാലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇൻ ഹൗ സേഫ് ഇറ്റ് ഈസ് ടു ഗീവ് ബർത്ത് ഡിപ്പെൻഡിങ് ഓൺ വേർ എ വുമൺ ലീവ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അവർ ഏത് ഒരു സ്ത്രീ കുട്ടിക്ക് ജനനം കൊടുക്കുന്ന സമയത്ത് അവർ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് ഇവിടെ മാറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. ദിസ് മീൻസ് ദർ ഇസ് എ ബിഗ് ഇൻഇക്വാലിറ്റി ഇൻ ഹൗ സേഫ് ഇറ്റ് ഈസ് ടു ഗീവ് ബർത്ത് ഡിപ്പെൻഡിങ് ഓൺ വേർ എ വിമൻ ലീവ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ചില സ്റ്റേറ്റ്സ് ദേ ആർ ഡൂയിങ് വെരി വെൽ ഇൻ പ്രൊട്ടക്ടിങ് മദേഴ്സ്. ഓക്കെ, പക്ഷേ മറ്റാൾക്കാർ ദേ ആർ സ്റ്റിൽ സ്ട്രഗ്ലിങ്. സോ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ദിസ് നീഡ്സ് അർജന്റ് അറ്റൻഷൻ. സോ ഇനി ഈ ഒരു വിൽ ലുക്ക് ഓൺ ടു ദി കീ ഫാക്ടേഴ്സ് ദാറ്റ് പുട്ട് എ മദേഴ്സ് ലൈഫ് ഇൻ ഡേഞ്ചർ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. ഒന്ന് ആ ഒരു ഡിലേ ആണ്, അതായത് ഈ ഒരു ഡിലേ ഇൻ റെക്കഗ്നൈസിങ് ദി ഡേഞ്ചർ. ഓക്കെ, ഫാമിലീസ് ഓഫൺ ഡസൻറ്റ് റിയലൈസ് ഏർലി ദാറ്റ് ദ മദർ നീഡ്സ് മെഡിക്കൽ ഹെൽപ്പ്. ഓക്കെ, സോ ഇത് ഉണ്ടാവാനുള്ള കാരണം ഒന്ന് ആ ഒരു അവയർനെസ് കുറവാവാം, ലാക്ക് ഓഫ് അവയർനെസ് ഒരു കാരണമാണ്. അതേപോലെ ഈ ഒരു ചൈൽഡ് ബർത്ത് എന്നുള്ളതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതിനൊരു മെഡിക്കൽ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ആശാ വർക്കേഴ്സും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും ലോക്കൽ വിമൻസ് നെറ്റ്വർക്കൊക്കെ ഈ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ദേ ആർ ട്രൈങ് ടു എഡ്യൂക്കേറ്റ് ഫാമിലീസ്. അതേപോലെ ഗവൺമെൻറ് സ്കീമുണ്ട്, അതായത് അമ്മമാർക്കും അതേപോലെ ആശാ വർക്കേഴ്സിനും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ടു എൻകറേജ് ഹോസ്പിറ്റൽ ഡെലിവറീസ്. അതേപോലെ ഈ റിമോട്ട് ഏരിയാസിലെ ഒരുപാട് സമയം എടുക്കുമല്ലേ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. അതിന് കാരണം പല കാരണങ്ങളാണ്. അത് മോശമായിട്ടുള്ള റോഡ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതൊരു കാട്ടിനുള്ളിലൊക്കെ വീടുള്ള ആൾക്കാർക്ക് പ്രശ്നമാണല്ലേ, ഹില്ലി ഓർ ഫോറസ്റ്റഡ് ഏരിയാസ്, അല്ലെങ്കിൽ വേറെ ഒരു നിയർ ബൈ ട്രാൻസ്പോർട്ട് കിട്ടാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഇത് പ്രശ്നമാണ്. സോ ആ ഒരു ഡിലേ ഇൻ റീച്ചിങ് ഹോസ്പിറ്റൽ അതൊരു റീസണാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 108 ആംബുലൻസ് സർവീസ് ഉണ്ടല്ലേ, ഇതൊരു ഫ്രീ എമർജൻസി ആംബുലൻസ് ആണ്, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അണ്ടറിലുള്ളൊരു സ്കീമാണിത്, ടു ഹെൽപ്പ് വിമൻ റീച്ച് ഹോസ്പിറ്റൽ ഫാസ്റ്റർ. സോ ഈ ഒരു വീട്ടിലുള്ള ഈ ഒരു ലേറ്റ് ആക്ഷനും അതേപോലെ ഹോസ്പിറ്റൽസ് എത്താൻ വൈകുന്നത് കൊണ്ടും, ഓക്കെ, ആൻഡ് ലേറ്റ് ട്രാൻസ്പോർട്ട് ഹോസ്പിറ്റൽ, ഇതാണ് വളരെ മേജർ റിസ്കുകൾ ഇതൊക്കെയാണ്. പക്ഷേ ഈ അവയർനെസ് പ്രോഗ്രാമും അതേപോലെ ഫൈനാൻഷ്യൽ ഹെൽപ്പും ആംബുലൻസ് സർവീസസും ഒക്കെ ദേ ആർ മേക്കിംഗ് തിങ്സ് ബെറ്റർ. ഓക്കെ, ആൻഡ് അവർ ഒരുപാട് ജീവൻ രക്ഷിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അതായത് എന്താണ് സ്റ്റേറ്റ്സ് ചെയ്യേണ്ടത്, ആൻഡ് വാട്ട് സ്റ്റേറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ടു റെഡ്യൂസ് മെറ്റേണൽ ഡെത്ത് ഇൻ ഇന്ത്യ. സോ കുറച്ച് ബേസിക് സ്റ്റെപ്സ് ഉണ്ട് ദാറ്റ് എവറി സ്റ്റേറ്റ് മസ്റ്റ് എൻഷ്യൂർ. ഒന്ന്, ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു ഏർലി രജിസ്ട്രേഷൻ ഓഫ് പ്രഗ്നൻസി. റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുക. ഹോസ്പിറ്റൽ ഡെലിവറീസ്, ഓക്കെ, അല്ലാണ്ട് ഹോം ബർത്ത് അല്ല. ഓക്കെ, നോട്ട് ഹോം ബർത്ത്, ഹോസ്പിറ്റൽ ഡെലിവറീസിൽ ഫോക്കസ് ചെയ്യുക. സോ ദീസ് ആർ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു പ്രൊട്ടക്ട് അവർ മദേഴ്സ് ലൈഫ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആണ്. അതായത് ഈ നമ്മുടെ എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, EAG സ്റ്റേറ്റ്സ്, നമ്മുടെ ബീഹാറും UPയും MPയും ആസാമും ഒക്കെ. സോ ഇവർക്ക് ദേ നീഡ് ടു ബിൽഡ് എ സ്ട്രോങ് ബേസിക് ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലേ, നല്ല ഹോസ്പിറ്റൽസും ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും അതേപോലെ നല്ല ട്രെയിൻഡ് സ്റ്റാഫിനൊക്കെ അവരിന് വെക്കണം. അപ്പോൾ സദേൺ സ്റ്റേറ്റ്സ് അതേപോലെ നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ജാർഖണ്ഡ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ബേസിക് സിസ്റ്റം ഉണ്ട്. സോ ഇവർ ചെയ്യേണ്ടത് എന്താണ്, ദി നീഡ് ടു ഇംപ്രൂവ് എമർജൻസി കെയർ, ഓക്കെ, ഫോർ ക്രിട്ടിക്കൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. കേരളത്തിൻ്റെ റോൾ മോഡൽ, അതായത് കേരള ഈസ് എ വെരി ബെസ്റ്റ് റോൾ മോഡൽ. ഓക്കെ, നമ്മുടെ അടുത്ത് ഒരുപാട് സിസ്റ്റം ഉണ്ട്. നമ്മുടെ അടുത്ത് ഈ കോൺഫിഡൻഷ്യൽ റിവ്യൂ സിസ്റ്റം, അഡ്വാൻസ്ഡ് മെഡിക്കൽ ട്രെയിനിങ്, മെൻ്റൽ ഹെൽത്ത്, അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് ഈ ഒരു കോൺഫിഡൻഷ്യൽ റിവ്യൂ സിസ്റ്റം എന്നത് നമ്മളെല്ലാ മെറ്റേണൽ ഡെത്തും പഠിക്കുന്നുണ്ട് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, വിത്തൗട്ട് ബ്ലെയിമിങ്, ടു ഫൈൻഡ് വാട്ട് വെൻറ്റ് റോങ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ VP പൈലിയാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിന് ഈ ഒരു സിസ്റ്റം കോപ്പി ചെയ്യാറില്ലേ, അവർക്ക് ഒരു ടു ഇംപ്രൂവ് ഔട്ട്കംസ് ദേ ക്യാൻ കോപ്പി ദി സിസ്റ്റം. അഡ്വാൻസ്ഡ് മെഡിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഡോക്ടേഴ്സ് ദേ ആർ ട്രെയിൻഡ് ഇൻ ലൈഫ് സേവിങ് ടെക്നിക്സ്. ഓക്കെ, ലൈക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ, അതേപോലെ ഹാൻഡ്ലിങ് വെരി റയർ ആൻഡ് സീരിയസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. സോ ഈ സ്കിൽസ് ഇതൊന്നും ദീസ് ആർ നോട്ട് കോമൺ. ഓക്കെ, ഈവൺ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ദീസ് സ്കിൽസ് ആർ നോട്ട് കോമൺ.
ഓക്കെ, അത് നമുക്ക് കേരളത്തിലുണ്ട്. വി ഹാവ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ട്രെയിനിങ്. അതേപോലെ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. സോ ഈ നമ്മുടെ കേരളം ദേ ഓൾസോ ട്രീറ്റ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, ലൈക്ക് പ്രഗ്നൻസിയുടെ ടൈമിൽ വരുന്ന ഒരു ഡിപ്രഷൻ, അതേപോലെ സിവിയർ ആങ്സൈറ്റി ഓർ സൈക്കോസിസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. സോ ഇതിലൂടെയൊക്കെ ദിസ് ഹെൽപ്പ് ടു റിഡ്യൂസ് സൂയിസൈഡ് ഓർ നെഗ്ലക്ട് വിച്ച് ക്യാൻ ഓൾസോ കോസ് മെറ്റേണൽ ഡെത്ത്. സോ ഇവിടുത്തെ ഫൈനൽ മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റും അതേപോലെ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും വളരെയധികം എസെൻഷ്യലാണ്. ഓക്കെ, സോ വിത്ത് ദ റൈറ്റ് വിൽ ഒരുപാട് ലൈക്ക് മോസ്റ്റ് മെറ്റേണൽ ഡെത്ത് ഇൻ ഇന്ത്യ ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓക്കെ, സോ എവറി സ്റ്റേറ്റ് മസ്റ്റ് ആക്ട് ബേസ്ഡ് ഓൺ ഇറ്റ് നീഡ്സ്. ഓക്കെ, അവരുടെ നീഡ്സിനനുസരിച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യേണ്ടത്. ആൻഡ് നമ്മുടെ കേരളത്തിൻ്റെ സക്സസ് ഇറ്റ് പ്രൂവ്സ് ദാറ്റ് വിത്ത് ദി റൈറ്റ് മോഡൽ ഇന്ത്യ ക്യാൻ സേവ് മോർ മദർ ലൈഫ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. മന്ത്സ് എഹെഡ് ഓഫ് COP30 ബോൺ ക്ലൈമറ്റ് ടോക്സ് ഫംബിൾ പ്രഷർ ടെസ്റ്റ് എന്നുള്ളതാണ്. സോ ഇത് പ്രിലിംസിൽ ജനറൽ സയൻസ് ഓൺ എൻവയോൺമെൻറ്റ്, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നതിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ കറണ്ട് അഫെയർസിലും വരാൻ സാധ്യതയുണ്ട്. മെയിൻസിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ GS പേപ്പർ 2 വരാവുന്നതാണ്. ഓക്കെ, കൺസർവേഷൻ, എൻവയോൺമെൻറ്റ്, പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന ഹെഡിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ന്യൂസാണിത്. സോ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ബോൺ ക്ലൈമറ്റ് കോൺഫറൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ COP30, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അടുത്തൊരു വലിയ ബിഗ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. നവംബറിലായിരിക്കും നടക്കുക. ഓക്കെ, സോ അതിന് മുമ്പുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണിത്. ഇതൊരു മിഡ് ഇയർ മീറ്റിംഗ് ആണ് വേർ കൺട്രീസ് പ്രിപ്പയർ ഫോർ ദ ബിഗ് ആനുവൽ ക്ലൈമറ്റ് സമ്മിറ്റ് വിച്ച് ഈസ് ദി COP. ഓക്കെ, ഇതൊരു വാമപ്പ് മാച്ച് ആയിട്ട് നമുക്ക് കാണാം. ഒരു മെയിൻ ഗെയിമിന് മുമ്പുള്ള ഒരു വാമപ്പ് മാച്ച് ആണിത്. സോ വൈ വാസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ദിസ് ഇയർ എന്ന് ചോദിച്ചാൽ ബിക്കോസ് ദി നെക്സ്റ്റ് ബിഗ് സമ്മിറ്റ് COP30 ഇറ്റ് ഈസ് ഇൻ നവംബർ. ഓക്കെ, 2025 നവംബറിൽ ബ്രസീലിൽ വെച്ചിട്ടായിരിക്കും. സോ ഈ ഒരു ബോൺ മീറ്റിംഗ് ഇറ്റ് വാസ് സപ്പോസ് ടു ഷോ ഇഫ് കൺട്രീസ് ആർ സീരിയസ് അബൌട്ട് ഫൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു. ദർ വർ ഡിലേസ് ഇൻ സ്റ്റാർട്ടിങ് ഡിസ്കഷൻസ്. അതേപോലെ എന്തിന് ഫോക്കസ് ചെയ്യണം എന്ന് കൺട്രീസ് തമ്മിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ദേ ഡിസഗ്രീഡ് ഓൺ വാട്ട് ടു ഫോക്കസ് ഓൺ. അതേപോലെ ഈ പാവപ്പെട്ട രാജ്യങ്ങളും അതേപോലെ ഈ റിച്ച് ആയിട്ടുള്ള നേഷൻസും ഇവർ തമ്മിലുള്ളൊരു ക്ലാഷ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. എസ്പെഷ്യലി ആ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ കാര്യത്തിൽ. അതായത് ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസയാണ്. ദ മണി ടു ഹെൽപ്പ് പുവർ കൺട്രീസ് ഡീൽ വിത്ത് ദി ക്ലൈമറ്റ് ചേഞ്ച്. സോ ആ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് അവിടെ ഒരു ക്ലാഷ് വന്നു. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് സ്റ്റിൽ എ ലോട്ട് ഓഫ് മിസ്ട്രസ്റ്റ്. ഓക്കെ, അതേപോലെ വേറെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് ബ്ലോക്കിംഗ് ദി റിയൽ പ്രോഗ്രസ്. സോ ഈ ഒരു ബോൺ മീറ്റിംഗ് വിച്ച് വാസ് മീൻ ടു ബൂസ്റ്റ് ദി മൊമെൻറ്റം ഫോർ COP30. പക്ഷേ ഇത് അവസാനിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ ഹൗ മച്ച് ഡിവൈഡഡ് ദ വേൾഡ് സ്റ്റിൽ ഈസ് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞല്ലോ ഇവർ തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. സോ ഈ പ്രൊസീജിയറൽ ഡെഡ് ലോക്ക് ആൻഡ് നോർത്ത് സൗത്ത് ഡിവൈഡ് നോക്കാം ഈ ഒരു ബോൺ ക്ലൈമറ്റ് കോൺഫറൻസിൽ ഉണ്ടായത്. സോ എന്താണ് ഇവിടെ പറ്റിയതെന്ന് വെച്ചാൽ വാട്ട് വെന്റ് റോങ്. ഓക്കെ, ഈ മീറ്റിംഗ്സ് നമ്മൾ പറഞ്ഞല്ലോ ഇത് തുടങ്ങാൻ തന്നെ ഇത്തിരി വൈകിപ്പോയി. മീറ്റിംഗ് ഗോട്ട് സ്റ്റക്ക് റൈറ്റ് അറ്റ് ദി സ്റ്റാർട്ട്. സോ ഇതിൻ്റെ ഈ ഒരു ഡിസ്കഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഒരു അജണ്ട. ഓക്കെ, അതിൽ തന്നെ ഇവർ തമ്മിൽ കുറേ വഴക്കുണ്ടായിട്ടുണ്ട്. ലൈക്ക് ദി അജണ്ട വാസൻറ്റ് എഗ്രീഡ് അപ്പോൺ ഫോർ 2 days. ഓക്കെ, 2 ദിവസം ഇവർ ഇതിനെ പറ്റിയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, ഈ അജണ്ട അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ലിസ്റ്റിനെ പറ്റിയിട്ട് തന്നെ ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, ഓക്കെ, ഒരു ലൈക്ക് മൈൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ആ ഒരു ഗ്രൂപ്പ്, ഇന്ത്യ മാത്രമല്ല ഇങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഗ്രൂപ്പ്, ലൈക്ക് മൈൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഗ്രൂപ്പ്, അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് ഫൈനാൻസ് ഒബ്ലിഗേഷൻസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, പാരീസ് എഗ്രിമെൻറ്റിൽ ആർട്ടിക്കിൾ 9.1 പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ റിച്ച് കൺട്രീസ് അവർ കൂടുതൽ പൈസ ഇറക്കണമെന്ന്. ഓക്കെ, ഈ ക്ലൈമറ്റ് ഇതിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് അവർ കൂടുതൽ പൈസ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫൈനാൻസ് ഒബ്ലിഗേഷൻ നമ്മൾ എടുത്തു പറഞ്ഞു. അതേപോലെ അൺഫെയർ ട്രേഡ് റൂൾസ്, ഈ കാർബൺ ബോർഡർ ടാക്സ് ഒക്കെ ഉണ്ട്. കാർബൺ ബോർഡർ ടാക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫീ വിച്ച് ഈസ് അപ്ലൈഡ് ടു പ്രോഡക്ട്സ് അപ്പോൺ എൻട്രി ഓർ ഇമ്പോർട്ട്. ഓക്കെ, അവർ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഇത് എത്രത്തോളം നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷനിൽ. സോ അതിനനുസരിച്ച് അതിൻ്റെ മേലൊരു ഫീസ് ഇടും. ഓക്കെ, സോ ഇതാണ് ഈ കാർബൺ ബോർഡർ ടാക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഈ പാവപ്പെട്ട രാജ്യങ്ങളെ പണിഷ് ചെയ്യുന്നത് പോലെയാണ്. അതേപോലെ ഡെവലപ്ഡ് കൺട്രീസ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് ഒന്നും, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് പറഞ്ഞ ടോപ്പിക്സ് ഒന്നും ഡിസ്കഷൻ എടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ സജസ്റ്റ് ചെയ്തത് ഒരു ഇൻഫോർമൽ ടോക്കാണ്. ഒഫീഷ്യൽ ഡിസ്കഷൻ ഒന്നും വേണ്ട, ഓക്കെ, നമ്മൾ വെറുതെ ഒരു ചർച്ച നടത്തുന്നു, അങ്ങനത്തെ ഒരു രീതിയിലാണ് യൂറോപ്യൻ യൂണിയനൊക്കെ ഇരുന്നത്. സോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ, ഒരു നോർത്ത് സൗത്ത് ഡിവൈഡ്, വലിയൊരു നോർത്ത് സൗത്ത് ഡിവൈഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നത് ഈ റിച്ച് നേഷൻസ് ഉണ്ടല്ലോ, നിങ്ങളാണ് ഇവിടെ പൊല്യൂഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, അതായത് യു കോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ പൊല്യൂഷൻ ഇൻ ഹിസ്റ്ററി എന്നാണ് പറഞ്ഞത് ഡെവലപ്പിംഗ് കൺട്രീസ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി എടുക്കണം, നിങ്ങളാണ് ഞങ്ങളെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞു. ഡെവലപ്ഡ് കൺട്രീസ് പറഞ്ഞു നമുക്ക് ഫ്യൂച്ചർ ക്ലൈമറ്റ് ആക്ഷൻസിനെ പറ്റിയിട്ട് സംസാരിക്കാം, പഴയതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ട, ലെറ്റ്സ് ഓൾ ജസ്റ്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് അവർ പറഞ്ഞത്, നോട്ട് ദ പാസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്, ഡെവലപ്പിംഗ് കൺട്രീസ് പറഞ്ഞത്. സോ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഒരു ഡിലേയും അതേപോലെ ഡിസഗ്രിമെൻറ്റും അറ്റ് ദി ബോൺ ഷോഡ് ഹൗ ക്ലൈമറ്റ് ടോക്സ് സ്റ്റിൽ സഫർ ഫ്രം മിസ്ട്രസ്റ്റ് ആൻഡ് ഇൻഇക്വാലിറ്റി, ഓക്കെ, ബിറ്റ്വീൻ ദി റിച്ച് ആൻഡ് പൂർ നേഷൻസ്. സോ നമ്മുടെ ഈ ബോൺ ക്ലൈമറ്റ് കോൺഫറൻസിലുണ്ടായ കുറച്ച് ഫൈനൽ ഔട്ട്കംസും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ന്യൂസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ദ ഫൈനൽ ടേക്ക് അവേ ഫ്രം ദി ബോൺ ക്ലൈമറ്റ് കോൺഫറൻസ്, ഈ കുറച്ച് ടെക്നിക്കൽ പ്രോഗ്രസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് കൺട്രീസ് ദേ മൂവ് ഫോർവേഡ് ഓൺ അഡാപ്റ്റേഷൻ മെട്രിക്സ്, അതായത് എങ്ങനെ ഈ ഒരു പ്രതിരോധ ശേഷി മെഷർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അഡാപ്റ്റേഷൻ മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ എങ്ങനെ ആ ഒരു പ്രോഗ്രസ്, ഇവരുണ്ടാക്കുന്ന പ്രോഗ്രസ് എങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാൻസ്പാരൻസി അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയും. ഇമ്പ്രൂവ്ഡ് വർക്ക് ഓൺ ട്രാൻസ്പാരൻസി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ആർട്ടിക്കിൾ 16, അതായത് ആർട്ടിക്കിൾ 6, ഇറ്റ്സ് നോട്ട് ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 6. ഓക്കെ, സോ ദ ഡിസ്കഷൻസ് കണ്ടിന്യൂഡ് ഓൺ ആർട്ടിക്കിൾ 6. അതൊരു ഗ്ലോബൽ കാർബൺ ട്രേഡിങ്ങും അതേപോലെ കോപ്പറേഷൻ റൂൾസൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് കുറച്ച് ടെക്നിക്കൽ പ്രോഗ്രസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി, പക്ഷെ ഈ വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ദേ ആർ സ്റ്റിൽ സ്റ്റക്ക്. അതായത് ആര് എത്രത്തോളം പൈസ അതിലിടണം, അതായത് ഇക്വിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഹൂ ഷുഡ് ഡു ഹൗ മച്ച്. അതേപോലെ ഫൈനാൻസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പൈസ കൊടുക്കേണ്ടത്, കൂടുതൽ പൈസ കൊടുക്കേണ്ടത് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ, ഹൂ പേയ്സ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. ഓക്കെ, ഫൈനാൻസിൽ പ്രശ്നമുണ്ടായി. ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഈ റിച്ച് കൺട്രീസ് ആണല്ലോ പണ്ട് അവർ ഈ റിച്ച് ആവാൻ കാരണം, അവർ പണ്ട് കുറേ ഇൻഡസ്ട്രീസും അതേപോലെ ബാക്കിയുള്ള അവരുടെ പരിപാടികൾ സെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ. സോ ഷുഡ് റിച്ച് കൺട്രീസ് ഡു മോർ ബിക്കോസ് ദേ പൊല്യൂട്ടഡ് മോർ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ആ ഒരു ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി, ഓക്കെ, ആ ഒരു ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി അത് അവിടെ ഒരു പ്രശ്നമായിട്ടുണ്ട്. സോ ഇവിടുത്തെ മെയിൻ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, സയൻസ് അല്ല ഇവിടുത്തെ പ്രശ്നം, നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, വി നോ വാട്ട് നീഡ്സ് ടു ബി ഡൺ. പൊളിറ്റിക്സ് ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഓക്കെ, ഡിസഗ്രിമെന്റ്സ് വിൽ ഡിസൈഡ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഹൗ ഫാർ വി ഗോ അറ്റ് ദി COP30 ഇൻ ബ്രസീൽ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് റീമേക്കിംഗ് ദി ന്യൂക്ലിയർ ഓർഡർ ഇൻ വെസ്റ്റ് ഏഷ്യ. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാവുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1, അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹു, ഹി ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രഷർ അറ്റ് ഹോം. ഓക്കെ, ഹി ഈസ് ഫേസിങ് എ ലോട്ട് ഓഫ് പ്രഷർ അറ്റ് ഹോം ബിക്കോസ് ആ ഒരു ഗാസയിലുള്ള ആ ഒരു വാർ ഇറ്റ് ഈസ് ഡ്രാഗിങ് ഓൺ. ഹമാസ് ഇപ്പോഴും ആക്റ്റീവ് ആണ്, ഇവരുടെ ഹോസ്റ്റേജസിനെ ഒന്നും ദി ഹാവൻ ബീൻ റെസ്ക്യൂഡ്. ഇനി ആൾക്കാരുടെ ശ്രദ്ധ കുറച്ച് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇയാൾക്ക് ഉള്ളിൽ തന്നെ, ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഇപ്പോഴും ആക്റ്റീവ് ആയതുകൊണ്ട്, എന്നാൽ കുറച്ച് ഇറാൻ്റെ മേലെ തിരിയാന്ന് പറഞ്ഞിട്ട് ഹി ലോഞ്ച്ഡ് സർപ്രൈസ് അറ്റാക്ക് ഓൺ ഇറാൻ അല്ല ജൂൺ 13 ആൻഡ് ദിസ് മൂവ് ഹെൽപ്ഡ് ഹിം ലുക്ക് സ്ട്രോങ് ഫോർ എ വൈൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇസ്രായേലിൻ്റെ അകത്തുനിന്ന് ഈ റീഗെയിൻഡ് സം സപ്പോർട്ട് ഇൻസൈഡ് ഇസ്രായേൽ. ആൻഡ് നമുക്കറിയാം US സപ്പോർട്ട്, ഹി വൺ ഗോട്ട് സപ്പോർട്ട് ഫ്രം ദി US. സോ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഇറ്റ് ഓൾസോ മെയ്ഡ് ദി ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മോർ ഡേഞ്ചറസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ടെൻഷൻസ് ഇൻ ദ റീജിയൻ.
സോ ഇനി നമുക്ക് എന്താണ് ഇസ്രായേലിൻ്റെ ആ ഒരു മോട്ടിവേഷനും ഇസ്രായേലിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് വാട്ട് ഈസ് നെത്തന്യാഹു വെറീഡ് അബൌട്ട്? സോ പുള്ളിക്ക് വേണ്ടത്, നമ്മൾ പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ അടുത്താണ് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ളത്, ന്യൂക്ലിയർ പവർ. ഇസ്രായേൽ, ഹി വാണ്ട്സ് ഇസ്രായേൽ ടു സ്റ്റേ ദി ഓൺലി ന്യൂക്ലിയർ പവർ ഇൻ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, അവർക്ക് ഈ അതേപോലെ തന്നെ നമ്മുടെ നെത്തന്യാഹുവിന് 2015 ഇറാൻ്റെ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടായി, JCPOA. ഓക്കെ, സോ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് അത് പിന്നെയും ഇറാന് കുറച്ചും കൂടി ഒരു അധികാരം കൊടുക്കുന്നുണ്ട് ടു എൻറിച്ച് സം യുറേനിയം. ഓക്കെ, അതിപ്പോൾ അത് ഇഷ്ടമല്ല. 2015 ഇറാൻ ന്യൂക്ലിയർ ഡീല് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ മാത്രം മതി ന്യൂക്ലിയർ പവർ ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് എന്നുള്ള ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ US-ഉം ഇറാനും അവർ പിന്നെയും സംസാരം തുടങ്ങിയിട്ടുണ്ട് അബൌട്ട് എ ന്യൂ ഫ്യൂവൽ ഷെയറിംഗ് ഡീൽ. സോ ഇത് നെത്തന്യാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നെത്തന്യാഹു ഡസൻറ്റ് ലൈക്ക് ഇറ്റ്, എസ്പെഷ്യലി ദി ഐഡിയ ഓഫ് വേർ ഇറ്റ് മൈറ്റ് ബി ബേസ്ഡ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് എന്ന് ചോദിച്ചാൽ, വൈ നൗ? നമ്മുടെ ഹമാസും ഹെസ്ബുള്ളയാണ് ഇസ്രായേലിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് എനിമീസ്. ഓക്കെ, അവർ രണ്ടുപേരും ഇപ്പോൾ ഈ വീക്കായിട്ടിരിക്കുകയാണ്. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ലെസ് എഫക്റ്റീവ് റൈറ്റ് നൗ. സോ നെതന്യാഹുവിന് മനസ്സിലായി ഇതൊരു പെർഫെക്റ്റ് ടൈമാണ്, അടിക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ടൈമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് പുള്ളി അടിച്ചത്. ആൻഡ് എന്താണ് ഇസ്രായേലിന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ മേലെ ആ ഒരു മിലിറ്ററി പ്രഷർ ഇടുക എന്നുള്ളതാണ്. സോ ഇറ്റ് ബിക്കംസ് ലെസ് അഗ്രസീവ്. മേ ബി ഒരു റെജീം ചേഞ്ച് ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം. മേ ബി വീക്കൻ ദി ഇറാൻസ് ഗവൺമെന്റ്, എ സ്റ്റെപ്പ് ടുവേർഡ്സ് റെജീം ചേഞ്ച്. ഓക്കെ, ഇതൊക്കെ കാരണങ്ങളാവാം. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇസ്രായേൽ ആക്ടഡ് നൗ ടു സ്റ്റോപ്പ് ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രസ്. ഓക്കെ, അവരുടെ ആ ഒരു ടെമ്പററി മിലിറ്ററി എഡ്ജിൽ അതിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ടെമ്പററി മിലിറ്ററി എഡ്ജ് ആൻഡ് ഇൻക്രീസ് പ്രഷർ വൈൽ ഇറാൻ ഈസ് വൾണറബിൾ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇറാൻ്റെ മിസ്റ്റേക്കും പ്രോബ്ലംസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആ ഒരു ഫോൾസ് കോൺഫിഡൻസ് ആയിരുന്നു, ഡിപ്ലോമസിയിലുള്ള ആ ഒരു ഫോൾസ് കോൺഫിഡൻസ് ആയിരുന്നു. ഇറാൻ വിശ്വസിച്ചിരുന്നത് അവർ US-ഉമായിട്ട് ഒരുപാട് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഓൺഗോയിങ് ടോക്സ് വിത്ത് ദി US, ഇറാൻ ബിലീവ് ദാറ്റ് ദി ഓൺഗോയിങ് ടോക്സ് വിത്ത് ദി US വുഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം മിലിറ്ററി അറ്റാക്ക്. ഓക്കെ, അപ്പോൾ US-ഉമായിട്ട് ഇങ്ങനെ സംസാരം നടത്തിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾക്കെതിരെ മിലിറ്ററി അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് ഇറാൻ വിശ്വസിച്ചു. ഓക്കെ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു അസംഷൻ റോങ് ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ ട്രംപാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, സോ അവർക്ക് മനസ്സിലായി ഇത് അസംഷൻ റോങ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇസ്രായേലിൽ അടിച്ചു, ആരുടെ സഹായത്തോടു കൂടി അടിച്ചു? US-ന്റെ തന്നെ ബാക്കിങ്ങോട് കൂടിയിട്ടാണ് ഇസ്രായേല് അടിച്ചത്. ഓക്കെ, ഇസ്രായേൽ സ്റ്റിൽ സ്ട്രക്ക് വിത്ത് US ബാക്കിംഗ്. അതേപോലെ നമ്മുടെ IAEA, അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കണ്ടംനേഷൻ ഇൻക്രീസ് പ്രഷർ. മെയില് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നുള്ളത് നമ്മുടെ UN-ന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആണ്, അല്ലെ? അതൊരു ന്യൂക്ലിയർ എനർജിയുടെ പീസ്ഫുൾ ആയിട്ടുള്ള യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ആൻഡ് ടു ഇൻഹിബിറ്റ് ഇറ്റ് യൂസ് ഫോർ എനി മിലിറ്ററി പർപ്പസ് ഇൻക്ലൂഡിങ് ദി ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, അവർ ഇറാനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർ ഒരു റിപ്പോർട്ട് കൂടി അവർ പറഞ്ഞു, അതായത് ദേ ഓൾസോ റിപ്പോർട്ടഡ് ദാറ്റ് ഇറാൻ്റെ കയ്യിൽ ഏകദേശം 400 കിലോ യുറേനിയം ഉണ്ട്. ഓക്കെ, 400 kg ഓഫ് യുറേനിയം അവരുടെ അടുത്തുണ്ട്. അത് വെറും യുറേനിയം അല്ല, ഇറ്റ് ഹാസ് ബീൻ എൻറിച്ച്ഡ് ടു 60%. ഇത് ഈ ഒരു വെപ്പൺ ഗ്രേഡിലോട്ട് തൊട്ടടുത്ത് നിൽക്കുകയാണ്, വിച്ച് ഈസ് ഡേഞ്ചറസ്ലി ക്ലോസ് ടു ദി വെപ്പൺ ഗ്രേഡ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഈ ഇന്റർനാഷണൽ കൺസേൺസ്, ദിസ് ഡ്രൂ ഇന്റർനാഷണൽ കൺസേൺ ആൻഡ് മെയ്ഡ് ഇറാൻ ലുക്ക് മോർ ത്രട്ടണിങ്. ഓക്കെ, അതേപോലെ മൊസാദിന്റെ ഡീപ്പ് ഇൻഫിൽട്രേഷൻ, അതായത് നമ്മുടെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്, കേട്ടിട്ടുണ്ടാവും അല്ലേ? അതൊരു വളരെ ടോപ്പ് ഏജൻസിയാണ്. ഇവരുടെ സ്പൈ നെറ്റ്വർക്ക് മെയിൻ ആൾക്കാരാണ് മൊസാദ്. സോ ഇറാൻ മൊസാദിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ റിസൾട്ടായിട്ട് ഈ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന അവരുടെ മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിനെയും മിലിറ്ററി ഓഫീസേഴ്സിനെയും സ്പോട്ട് ചെയ്തിട്ടാണ് കൊന്നത്. ഓക്കെ, ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ എന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടാണ് കൊന്നത്. As a result, key scientists and military officers in its nuclear program were assassinated. അതേപോലെ മിലിറ്ററി വീക്ക്നെസ്, അതായത് ഇറാന്റെ മിസൈൽസും ഡ്രോൺസും ഇറ്റ് ഹാസ് ഫെയിൽഡ് വെൻ ടെസ്റ്റഡ്. ഇസ്രായേലും നമ്മുടെ US-ഉം ഏകദേശം പകുതിയോളം ഇറാന്റെ മിസൈൽ ലോഞ്ചേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തു.
ഓക്കെ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയി, ടുക്ക് ഡൗൺ ഇറ്റ്സ് എയർ ഡിഫൻസ്, എക്സ്പോസിങ് സീരിയസ് മിലിറ്ററി വൾണറബിലിറ്റീസ്. സോ ഇറാൻ ജസ്റ്റ് misjudged how safe it was. Okay, and they didn't realize how deep Israel spies had infiltrated and got caught uh, unprepared militarily, leading to major setbacks. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് യു എസിൻ്റെ ആ ഒരു റോളും എന്താണ് അടുത്ത് സംഭവിച്ചത്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. ഓക്കെ, ആദ്യം യു എസ് മിണ്ടാതിരുന്നു, ദെൻ ദേ ടുക്ക് ആക്ഷൻ. ആദ്യം നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഹി ഡിഡൻറ്റ് ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ്, പക്ഷേ ഒരു ഇസ്രായേലിൻ്റെ സ്ട്രൈക്സ് സക്സീഡ് ചെയ്തതിന് ശേഷം യു എസ് ഡിസൈഡഡ് ടു ഹെൽപ്പ്. ഓക്കെ, അതേപോലെ മേജർ യു എസ് സ്ട്രൈക്സ് ജൂൺ 22 യു എസ് അവരുടെ പവർഫുൾ B2 ബോംബേഴ്സും ടോം ഹോക്ക് മിസൈൽസും ആണ് യൂസ് ചെയ്തത്. സോ എന്താണ് B2 ബോംബ്, അതേപോലെ ടോം ഹോക്ക് മിസൈൽസിനൊക്കെ പറ്റിയിട്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ദേ ട്രൈ ടു ട്രൈ അല്ല, ദേ യൂസ് ദിസ് ടു ഹിറ്റ് മേജർ ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റ്സ്. ഓക്കെ, ഈ ഫോർദോ, നേറ്റൻസ്, ഇസ്ഫാൻ ഇതൊക്കെയാണ് അവരുടെ കീ ന്യൂക്ലിയർ പ്രോഗ്രാം, കീ ലൊക്കേഷൻസ്. ദേ ആർ ദി കീ ലൊക്കേഷൻസ് ഇൻ ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇറാൻ്റെ റെസ്പോൺസ് വീക്കായിരുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, ഇറാൻ്റെ ആ ഒരു റിറ്റീലിയേഷൻ വളരെ ചെറുതായിരുന്നു. അത് ഇസ്രായേലിന് വളരെ കുറച്ച് ഡാമേജ് ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഇറാന് ദേ ഹാവ് സഫേർഡ് ഹെവി ലോസ്, ഏകദേശം 600ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. അതേപോലെ നെതന്യാഹുവിന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, പുള്ളിക്ക് വേണ്ടത്, നെതന്യാഹു ഹി വാണ്ട്സ് റെജീം ചേഞ്ച് ഇൻ ഇറാൻ. ഓക്കെ, വേറെ റെജീം ചേഞ്ച് ആണ് നെതന്യാഹു അവിടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ യു എസും അതേപോലെ ഗൾഫ് കൺട്രീസും വളരെ കോഷ്യസ് ആണ്. അതായത് ദേ റിമെമ്പർ ദി ഫെയിലിയർ ഇൻ ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അതേപോലെ ഇറാൻ്റെ നാഷണലിസം വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു റെജീം റീപ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, so the US joined in with powerful strikes after Israel lead. Okay, so Iran couldn't respond strongly, but while some leaders talk about regime change and ഒരുപാട് ആൾക്കാർ ഫിയർ ചെയ്യുന്നത് it would cause even more chaos എന്നുള്ളതാണ്. So we'll look on to the implications for Iran's nuclear future. സോ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇറാൻ്റെ ന്യൂക്ലിയർ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1950s. ഓക്കെ, പീസ്ഫുൾ ആയിട്ടുള്ള യൂസിന്, സിവിലിയൻ യൂസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടായത്. 1970s നമ്മുടെ ഇറാൻ ജോയിൻ ദി ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, NPT ജോയിൻ ചെയ്തു. ആൻഡ് ദേ പ്രോമിസ് ടു നോട്ട് ടു മേക്ക് ന്യൂക്ലിയർ വെപ്പൺസ്. അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, 1970 ഈ ഇറാഖ് വാർ ഉണ്ടായല്ലോ 1980s. സോ ഇറാൻ മെല്ലെ ആരും കാണാണ്ട് ഒളിച്ചിരുന്നിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് ബിൽഡിംഗ് യുറേനിയം എൻറിച്ച്മെന്റ് കേപ്പബിലിറ്റി ഇൻ ദി 1990s. ഓക്കെ, സോ ഒരു സ്ട്രാറ്റജിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് 2002 ഇറാനിയൻ എക്സൈൽസ്, അതായത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രവാസികൾ ഈ ഒരു ഇറാൻ്റെ ഈ ഒരു സീക്രട്ട് ന്യൂക്ലിയർ സൈറ്റ് റിവീൽ ചെയ്യുകയുണ്ടായി. ഓക്കെ, അങ്ങനെ 2003 നമ്മുടെ US ഇറാഖ് ഇൻവേഡ് ചെയ്യുന്നുണ്ട്. ഇറാഖ് ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ ലീഡേഴ്സ് ദേ ഗോട്ട് സ്കേർഡ്. ഓക്കെ, സോ ഒരു ഫുൾ ബോംബ് ഉണ്ടാക്കുന്നതിന് പകരം ദേ ഡിസൈഡ് ടു സ്റ്റേ അറ്റ് എ ത്രഷോൾഡ് ലെവൽ. ഓക്കെ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോംബ് ഉണ്ടാക്കുക എന്നുള്ള ലെവലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദേ ആർ ക്ലോസ് ഇനഫ് ടു മേക്ക് എ ബോംബ് ഇഫ് നീഡഡ്, ബട്ട് നോട്ട് ക്രോസിങ് ദ ലൈൻ. സോ കറണ്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഇറാൻ്റെ ഈ റീജിയണൽ അലൈസ്, അതായത് പ്രോക്സീസ്, നമ്മൾ പറഞ്ഞല്ലോ ഈ ഹമാസും അതേപോലെ ഹെസ്ബോളയൊക്കെ, അവരിപ്പോൾ മോസ്റ്റ്ലി വീക്കാണ്. ഓക്കെ, പക്ഷേ യമനിലുള്ള ഹൂതികൾ ഇപ്പോഴും അത്യാവശ്യം സ്ട്രോങ് ആണ്. ആൻഡ് ഈ മിസൈലും അതേപോലെ ഇറാൻ്റെ മിസൈൽസും ഡ്രോൺസും ഇറ്റ് ഹാസ് ഫെയിൽഡ് ഡ്യൂറിങ് ദി റീസെൻറ്റ് കോൺഫ്ലിക്റ്റ് അല്ലേ. സോ നൗ ബീങ് എ ത്രഷോൾഡ് ന്യൂക്ലിയർ സ്റ്റേറ്റ് ഡസൻ ഫീൽ സേഫ് എനിമോർ. അപ്പോൾ ഇറാൻ മീൻ നൗ വാണ്ട് ആൻ ആക്ച്വൽ ന്യൂക്ലിയർ ബോംബ് അല്ലേ. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഇനി ഒരു പുതിയൊരു ദേ നൗ വാണ്ട് ആൻ ആക്ച്വൽ, അവർക്ക് ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ ആവശ്യം ഇപ്പോൾ കൂടി വരികയാണ്, എസ്പെഷ്യലി അവിടെ ഒരു റെജീം ചേഞ്ചിന് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ ഇറാൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു UN വാച്ച് ഡോഗ് ഉണ്ടല്ലോ, IAEA. സോ അവരെ ഒരു ഇൻ്റർനാഷണൽ ഇൻസ്പെക്ഷൻസ് അതൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സംസാരം ഇറാനുമായിട്ടുള്ള ടോക്ക് ഇറ്റ് വിൽ ബി ഹാർഡർ. പിന്നെ US ഇസ്രായേലും തമ്മിലുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് US ദേ മേ സീക്ക് എ ന്യൂ ന്യൂക്ലിയർ ഡീൽ. ഓക്കെ, പക്ഷേ ഇറ്റ് വിൽ നീഡ് ടു മിക്സ് ത്രെട്ട് ആൻഡ് റീഅഷുറൻസ് കെയർഫുള്ളി. ഇസ്രായേലിൻ്റെ പൊസിഷൻ വളരെ ടഫാണ്. നെതന്യാഹുവിന്, അതായത് ഇറാൻ ബോംബ് മാത്രം ഉണ്ടാക്കാതിരുന്നാൽ പോരാ,
അതേപോലെ ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പരിപാടിക്ക് പോലും ഇവർ ഇതൊന്നും യൂസ് ചെയ്യും, യുറേനിയം. ഓക്കെ, ബട്ട് ഓൾസോ വാണ്ട് ടു പ്രിവെൻറ്റ് ഈവൻ പീസ്ഫുൾ ന്യൂക്ലിയർ ആക്ടിവിറ്റി. സോ ഈ ഇറാൻ്റെ വീക്കായിട്ടുള്ള മിലിറ്ററി ആൻഡ് ഐസൊലേഷൻ അവരെ ഈ ഒരു ശരിക്കത്തെ ഒരു ബോംബ് ഉണ്ടാക്കുന്നതിലേക്കാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് മേ പുഷ് ഇറ്റ് ക്ലോസർ ടു ബിൽഡിങ് എ റിയൽ ബോംബ്. ഓക്കെ, അതേപോലെ ഈ ഒരു ഫ്യൂച്ചർ ഡിപ്ലോമസി ആൻഡ് ദി ഫ്യൂച്ചർ ഡിപ്ലോമസി വിൽ ബി വെരി ഹാർഡ് ആൻഡ് ദി ഇസ്രായേൽ ആൻഡ് ദി US ഡോണ്ട് ഫുള്ളി എഗ്രി ഓൺ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ അപ്പോൾ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.